ഏട്ടന്റെ ഭാര്യയായി ഞങ്ങളുടെ എല്ലാ ഏട്ടത്തിയമ്മയായി പാറു ഈ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോ സത്യം പറയാലോ ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. നിയമപ്രകാരം നമ്മളിപ്പോ ഭാര്യയും ഭർത്താവോ? അത് പാടില്ല. എത്രയും പെട്ടെന്ന് നിയമപരമായി തന്നെ നമ്മൾ വേർപിരിയണം. ഇല്ലെങ്കിൽ സിദ്ധുവിനെ കാണുമ്പം അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ഉത്തരം ഇല്ലാതെയാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിൽ പിരിയണം, നിയമപരമായി തന്നെ. വാക്കുതാ. ഇപ്പോഴേ ഡിവോഴ്സ് വാങ്ങിയ കുറ്റബോധമല്ലാതെ എനിക്ക് സിദ്ധുവിനെ ഫേസ് ചെയ്യാം. അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് വക്കീലിനെ പോയി കാണണം. കാണാം. പാറു എന്താ ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കുമ്പം മറ്റൊരു മുറിയിൽ പോയി കിടക്കാനാവില്ലല്ലോ. ഞാനിവിടെ താഴെ കിടന്നോളാം, ഗിരിയേട്ടൻ ബെഡിൽ കിടന്നോ. വേണ്ട, പാറു കട്ടിൽ കിടന്നു. താരെ കിടന്ന് ശീലമൊന്നുമില്ലോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. വേണ്ട, ഞാനിവിടെ. വേണ്ട പാറു, ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നു എന്ന് കേൾക്കണം. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കോളാം. സൂക്ഷിച്ച് ചവിട്ടണ്ട. ഞാൻ പോരാ.
എന്താ വേണ്ടേന്ന് പറഞ്ഞാ മതി. ഞങ്ങള് 4 പേരും റെഡിയാ. ആ അതെ. ചായയാണോ കോഫിയാണോ എടുക്കണ്ടേ? ഇതെന്തൊരു ചോദ്യാ ചേച്ചി? ഏട്ടത്തിമ്മ ചായല്ലേ കുടിക്കാറ്? ഇവിടെ വരുമ്പോ എപ്പോഴും അങ്ങനെയാണല്ലോ. അത് മുമ്പല്ലേ, ചിലപ്പോ ഒരു കോഫി കുടിക്കണമെന്ന് തോന്നല്ലോ. ഓ, എന്നാ കഴിക്കാൻ ബിസ്ക്കറ്റ് കൂടി എടുക്കട്ടെ? എനിക്ക് രാവിലെ ചായയുടെ കൂടെ ബിസ്ക്കറ്റും കേക്കൊക്കെ വേണം. ഇല്ലെങ്കിലേ നെഞ്ചിനകത്തൊരു ഇരിച്ചല. വിശന്നിട്ടാ. ആദ്യം പാറു ബ്രഷ് ചെയ്യട്ടെ, ഒന്ന് ഫ്രഷ് ആവട്ടെ. അല്ലേ പാറു? റാണി, ബ്രഷും പേസ്റ്റും കൊണ്ടുവാ. ഏട്ടത്തിമ്മക്ക് പുതിയ പേസ്റ്റ്, പുതിയ ബ്രഷ്, ഇതൊക്കെ ഇനി ഏട്ടത്തിമ്മേന്റെ മുറി വെച്ചോ കേട്ടോ. ഇതാ പിന്നെ കുളിക്കാൻ ടവലും കൂടെ ഉണ്ട്. സോപ്പും എണ്ണയും ഉണ്ട്. ഇതൊക്കെ എപ്പ സംഘടിപ്പിച്ചു എന്നല്ലേ ഏട്ടത്തിമ്മ ആലോചിക്കുന്നേ? ഞാനേ വെളുപ്പിന് കട തുറന്നെടുത്തിട്ട് വന്നതാ. എടുപിടിയെന്നല്ലേ പാർച്ചേച്ചി ഈ വീട്ടിലേക്ക് ഞങ്ങളുടെ ഏട്ടത്തിമ്മയായിട്ട് എത്തിയത്, ഒട്ടും പ്രതീക്ഷിക്കാതെ. പ്രതീക്ഷിക്കാതെ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. ഒരു നല്ല സ്വപ്നം കണ്ട പോലെ ഉണ്ട്. അതെ, കുഞ്ഞു പറഞ്ഞ നേരാ. ഞങ്ങൾ കണ്ട സ്വപ്നം ഫലിച്ചു എന്ന് തന്നെ പറയാം. ഏട്ടന്റെ ഭാര്യയായി, ഞങ്ങളുടെ എല്ലാ ഏട്ടത്തിയമ്മയായി പാറു ഈ വീട്ടിൽ താമസിക്കുന്നു പറയുമ്പോ സത്യം പറയാലോ, ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. പാറുവിന് ഇവിടെ ഒരു കുറവുണ്ടാവാതെ ഞങ്ങള് നോക്കിക്കോളാം. അതെ, ഞങ്ങളുടെ സ്വന്തം ഏട്ടത്തിമ്മയ്ക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ കെയർ ഉണ്ടാവും. ഫ്രഷ് ആവണ്ടേ? വാ വാ വാ. പിന്നെ ഞാൻ ഏട്ടത്തിമ്മക്ക് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാൻ. ഏട്ടത്തിമ്മക്ക് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിനെന്താ ഇത്ര പറയാൻ? കുറച്ച് ചൂടുവെള്ളം വെക്കുന്നതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ഏട്ടത്തിമ്മക്ക് എന്താണോ ഇഷ്ടം അത് മതി.